മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം തീവ്രവാദം ഇതൊക്കെ വളരെ വലിയ ചർച്ച നടക്കുന്ന ഒരു ദിവസമാണ് നമ്മൾ ഈ സംഭാഷണം നടത്തുന്നത്. മാറാട് കലാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് CPM പ്രമുഖ AK ബാലൻ പറയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അതിന് മറുപടിയായി പറയുന്നത് പഴയ കാര്യങ്ങൾ നടന്നത് തന്നെയാണ്, അത് ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം രമേശ് ചെന്നിത്തലയെ ഓർമ്മിപ്പിക്കാൻ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് CK ഗോവിന്ദൻ നായർ അനുസ്മരണം, പഴയ KPCC പ്രസിഡന്റിൻ്റെ അനുസ്മരണ യോഗത്തിൽ താങ്കൾ പ്രസംഗിച്ചതാണ്. KPCC പ്രസിഡന്റായിരുന്ന CK ഗോവിന്ദൻ നായർ 60കളിലായിരുന്നു ഇത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയില്ലേ. അത് പറയുന്നത് ഇങ്ങനെയാണ്: മലബാറിൽ 2-3 സീറ്റ് കൊടുത്താൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ചോദിക്കും, വർഗീയ കക്ഷികളെ അകറ്റി നിർത്തണം എന്നും അഭിപ്രായമുള്ള ആളായിരുന്നു CK ഗോവിന്ദൻ നായർ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ? 60കളിലെ രാഷ്ട്രീയവും 2025ലെ രാഷ്ട്രീയവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് അറിയാത്ത ആളൊന്നുമല്ല കേരളത്തിൻ്റെ മുഖ്യ. പക്ഷേ 60ലെ സംഭവം KPCC പ്രസിഡന്റ് ആയിരിക്കെ താങ്കൾ അതെടുത്ത് ഉന്നയിക്കണമെങ്കിൽ അതൊരു പ്രസക്തി ഉണ്ടായിക്കൊള്ളാം. അല്ല, അതുകൊണ്ടല്ല. അന്ന് അദ്ദേഹം എടുത്ത ചില നിലപാടുകളെ പറ്റി ഞാൻ പറഞ്ഞതാണ്. CK ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ആദർശാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായത്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള പഴയ പ്രസ്താവന ഇപ്പോഴെടുത്ത് പറയേണ്ട പ്രസക്തി എന്താ? അന്നത്തെ ലീഗ് അല്ല ഇന്നത്തെ ലീഗ്, അന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. ആലുവപ്പുഴയിലൂടെ ധാരാളം വെള്ളം ഒഴുകിപ്പോയല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു. BJPയുടെ വോട്ട് വാങ്ങിച്ച് കൂത്തുപറമ്പിൽ 5000 വോട്ട് ജയിച്ച ആളാണ് ഇദ്ദേഹം. 78-ൽ അന്ന് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ജനതാ പാർട്ടി ഉണ്ടാക്കിയപ്പം ആ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ. അദ്ദേഹം വന്ന് 5000 വോട്ടിനാണ് ജയിച്ച കൂത്തുപറമ്പിൽ നിന്ന്. ജനതാ പാർട്ടിയല്ലേ? ജനതാ പാർട്ടിക്ക് വേണ്ടിയിട്ട്, ജനതാ പാർട്ടിയാണ്. അതിൽ RSSും BJP ഉണ്ടായിരുന്നു. LK അദ്വാനി വന്ന് പ്രസംഗിച്ചതാണ് ഇവർക്കൊക്കെ വേണ്ടി. മാത്രമല്ല, ഉദുമ തെരഞ്ഞെടുപ്പിൽ EMS പോയി KG മാരാർ വോട്ട് പിടിച്ചതാണ്. ഇതൊക്കെ ചരിത്രം മറക്കരുത്. ഞങ്ങളാരും BJPയുടെയോ CPM RSSൻ്റെ വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ടില്ല. ഇവർ കൂട്ടുകെട്ടുണ്ടാക്കി ജയിച്ച ആളുകളാണ്. ഞാൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവരെന്ത് ചെയ്തു? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇവർ ഏറ്റവും കൂടുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് പൗരാവകാശ നിയമത്തെപ്പറ്റി മാത്രമാണ്. സ്വന്തം മുന്നണിയെപ്പറ്റിയോ ഗവൺമെൻറ്റിനെ പറ്റിയോ ഒന്നും പറഞ്ഞില്ല. എന്തിനാണ്? മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ടുകൾ കിട്ടുമെന്നാണ്. ന്യൂനപക്ഷ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് തോറ്റു. അപ്പോഴെന്ത് ചെയ്തു? അപ്പോഴാണ് അയ്യപ്പ മഹാസംഗമത്തെപ്പറ്റി ആലോചിച്ചത്. അപ്പോഴാണ് ഭൂരിപക്ഷ വോട്ടുകളെപ്പറ്റി ആലോചിച്ചത്. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിക്കയറ്റുന്ന കാര്യം ആലോചിച്ചത്.